കായകൽപ്പ മഹാഭോഗർ സിദ്ധർ നമുക്ക് പകർന്നു നൽകിയ മഹാജ്ഞാനം. കർമ്മ പൂർത്തീകരണത്തിനായി അല്ലെങ്കിൽ ഒരു ആൾക്ക് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി മരണത്തെ പോലും മാറ്റിവെക്കാവുന്നത് എന്ന് നവനാഥ സിദ്ധർകൾ ഭോഗരോട് ഉപദേശിച്ച അതേ ജ്ഞാനം ഭോഗർ തൻ്റെ 7000 തന്ത്രങ്ങളടങ്ങിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള കായകൽപ്പയുടെ ഒരു അടിസ്ഥാന ഗ്രന്ഥം. അതിൽ അദ്ദേഹം ശരീരശുദ്ധീകരണത്തിനുതകുന്ന ശുദ്ധീകരണ പ്രക്രിയകളായുള്ള ക്രിയകളിൽ തുടങ്ങി ലക്ഷ്യപ്രാപ്തിക്കായി ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കുന്ന കായകൽപ്പ യോഗയിലൂടെ ശരീരകോശങ്ങളെ വളരെ കാലം അതിജീവിക്കാൻ സജ്ജമാക്കുന്ന രസായന നവഭാഷാണ വിദ്യകളിലൂടെ നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് നമ്മളെന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായതുണ്ടോ അത് മാത്രം കഴിക്കാൻ പരിശീലിപ്പിക്കുന്ന സാത്വിക ഭക്ഷണ രീതിയിലൂടെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള മാർഗം നമുക്ക് കായകൽപ്പ രൂപത്തിൽ ഉപദേശിച്ചു. അതിലെ കായകൽപ്പ യോഗയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ ദൃശ്യഗോചര ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഈ ശരീരത്തിലും ഉണ്ട് എന്നതാണ് കുണ്ടലിനി തന്ത്ര യോഗ വിദ്യകളുടെ ഒരു പ്രാഥമിക വിശ്വാസം. ഒരു സാഹിത്യരൂപത്തിൽ പറഞ്ഞാൽ പുഴകളും നദികളും തണ്ണീർത്തടങ്ങളും പർവ്വതങ്ങളും ആവാസ വ്യവസ്ഥകളും അതുപോലെ അടങ്ങിയതത്രേ ഈ ശരീരം. ആ ശരീരത്തിലെ പ്രധാന മേരുവായ മഹാമേരുവിനെ വശങ്ങളിലേക്ക് കടഞ്ഞ് എങ്ങനെയാണോ ദേവാസുരന്മാർ അമൃതത്തിന് പ്രത്യക്ഷപ്പെടുത്തിയത് അതിന് സമാനമായ പ്രാക്ടീസാണ് നമ്മുടെ ശരീരത്തിലെ മഹാമേരുവാകുന്ന നട്ടെല്ലിനെ വശങ്ങളിലേക്ക് കടയുന്ന കായകൽപ്പ യോഗയിലെ മകരാസന വേരിയേഷൻസ്. 30 മകരാസനകളിലൂടെ നമ്മുടെ നട്ടെല്ലിനെ 2 വശങ്ങളിലേക്കും കടഞ്ഞ് അതിൻ്റെ ആരോഗ്യം പൂർണ്ണരൂപത്തിലെത്തിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജചാലകങ്ങളെ ശുദ്ധീകരിച്ച് ഊർജ്ജപ്രവാഹത്തെ വളരെ ഈസിയാക്കി ശരീരത്തെ വേണ്ടത്ര ഊർജ്ജസ്വലവും അതുപോലെ തന്നെ ആരോഗ്യകരവുമാക്കുന്ന ആ കായകൽപ്പയിലെ മകരാസന പ്രാക്ടീസിൽ നിന്നാണ് നമ്മുടെ കായകൽപ്പ യോഗ ആരംഭിക്കുന്നത്. ജീവചൈതന്യമാകുന്ന പ്രാണനെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഗതികളെ നിയന്ത്രിക്കുവാനും പരിശീലിക്കുന്ന പ്രാണായാമയും അതിനെ പ്രത്യേക തരത്തിൽ ബന്ധിക്കാൻ സഹായിക്കുന്ന ബന്ധ പ്രാക്ടീസുകളും അതോടൊപ്പം ശരീര മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന ക്രിയകളുമാണ് കായകൽപ്പ യോഗയിലെ മകരാസന പരിശീലനത്തിന് ശേഷം നമ്മൾ അഭ്യസിക്കുന്നത്. അതോടൊപ്പം മനസ്സിനെ സ്ഥിരതയാർജിക്കാൻ സജ്ജമാക്കുന്ന മുദ്ര പരിശീലനങ്ങളും ശരീരത്തെ പരിപൂർണ ആരോഗ്യത്തിലെത്തിക്കാൻ ശേഷിയുള്ള അതോടൊപ്പം നമ്മെ ധ്യാനത്തിന് പക്വമാക്കുന്ന യോഗനിദ്ര പരിശീലനങ്ങളും മനസ്സിനെ നമുക്ക് ആവശ്യമാം വണ്ണം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ധ്യാന പരിശീലനങ്ങളുമാണ് കായകൽപ്പയിലെ യോഗയുടെ പ്രാഥമിക പരിശീലന ഘട്ടത്തിലുള്ളത്. ഈ പ്രാഥമിക പരിശീലനം തന്നെ ശരീര മനസ്സുകളെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് സജ്ജമാക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഊർജവും നമ്മളിലേക്ക് ഏകുകയും ദീർഘകാലം ജീവിക്കാനാകുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തിനെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് മോക്ഷമാർഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന കുണ്ടലിനിയുടെ ഉണർത്തൽ മുതലുള്ള അതിനുശേഷം അതിനെ ഓരോ ചക്രകളിലൂടെ മുകളിലേക്ക് ഉയർത്തി ആജ്ഞയിൽ വെച്ച് പ്രകൃതിയുമായി ലയനം ചെയ്യുന്നതുവരെയുള്ള പരിശീലനങ്ങൾ കായകൽപ്പയുടെ യോഗാമാർഗങ്ങളിൽ ഉപദേശിച്ചിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഒരു ചിട്ടയായ പരിശീലന പ്രക്രിയയാണ്
നമ്മുടെ കായകൽപ്പ യോഗ മാർഗങ്ങൾ. അതിനു ശേഷമുള്ള രസായന നവപാഷാണ ചികിത്സകളും ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങളും സാത്വിക ഭക്ഷണക്രമങ്ങളുമെല്ലാം നമുക്ക് ഇതുപോലെ പിന്നീട് ചർച്ച ചെയ്യുകയുമാവാം. ഈ മഹാജ്ഞാനം നമുക്കേകിയ ഭോഗരടങ്ങുന്ന ആ ഗുരു പരമ്പരയ്ക്ക് മുന്നിൽ നന്ദിയോടെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കായകൽപ്പ പ്രയാണം ആരംഭിക്കാം.